ഹലോ ഫ്രണ്ട്സ്, സുഖമായിട്ടിരിക്കില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സുബൈസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളിലെ ദിവസമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ ആക്കണം. ഞാൻ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരടുപ്പത്ത് പത്തിരിക്ക് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പത്ത് ഒരു കുക്കറും വെച്ചിട്ടുണ്ട് കേട്ടോ, ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി ഇതാ ഞാൻ പൊടിയൊക്കെ വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊടി വാട്ടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നു എന്ന് വിചാരിക്കുന്നു, കാണുന്നില്ല. പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ പത്തിരി ഒന്നാകെ ഇപ്പം ചുട്ടെടുക്കൂല. ആദ്യം അച്ചുവിന് കഴിക്കാനുള്ളതും കൊണ്ടുപോകാനുള്ളതും മാത്രമാണ് ഉണ്ടാക്കുക. കാരണം എനിക്ക് ആ സമയത്ത് അതിനേ ടൈം ഉണ്ടാവുള്ളൂ. അച്ചുവിനെ റെഡിയാക്കും വേണമല്ലോ, അതുകൊണ്ട് തന്നെ അച്ചുവിന് കഴിക്കാനുള്ളതും അവൾക്ക് കൊണ്ടുപോകാനുള്ളതും ആദ്യം ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ. പിന്നെ ഇത് പോകാൻ ഏകദേശം 8:30-9 മണിയാവും. അതുപോലെ തന്നെ ഷിനുവിന് 10 മണിക്കാണ് കേട്ടോ വണ്ടി വരിക. അവൾക്ക് 10:30-ക്കാണ് ക്ലാസ് തുടങ്ങുക. അതുകൊണ്ട് തന്നെ പിന്നെ സാവധാനം ഉണ്ടാക്കിയാൽ മതി, തിരക്കൂട്ടണ്ട. അങ്ങനെ അച്ചുവിനുള്ള ലഞ്ച് എടുത്ത് വെക്കുന്നുണ്ട്. പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് വെച്ചു. പിന്നെ സ്നാക്കായിട്ട് ഇന്ന് പേരയ്ക്കയും അതുപോലെ തന്നെ കേക്ക് ഉണ്ട്, ഒരു 4 പിസ്തയും അതുപോലെ തന്നെ ഒരു കാരക്കയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചുവിന് ദിവസവും വേണം ഒരു ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്കായിട്ട് കേക്കോ അല്ലെങ്കിൽ ബ്രൗണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും. ഫ്രൂട്ട്സ് അച്ചുവിന് നിർബന്ധമാണ് കേട്ടോ. അധികം കൊണ്ടുപോകാൻ വന്നിട്ടില്ലേ, ആപ്പിള് അല്ലെങ്കിൽ കക്കരി എന്തായാലും മതി, അവൾക്ക് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് വേണം. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് അടച്ചിട്ട് നമുക്ക് അവളുടെ കിറ്റിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് അവളെ പറഞ്ഞേക്കാം. അച്ചുവിൻ്റെ ഞാൻ അത്രയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം എനിക്ക് ആ സമയത്ത് നല്ല തിരക്കാണ്. കാരണം അച്ചുവിന് ആ സമയത്ത് നമ്മളെല്ലാം ഒരുക്കി കൊടുക്കണമല്ലോ. ഇനിയിപ്പോൾ ഷിനു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ. അവളുടെ ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ ആദ്യം വിചാരിച്ചു 2 സൈഡിലെ മുറ്റൊന്ന് അടിക്കാന്ന്, പക്ഷേ മുൻഭാഗത്തെത്തിയപ്പോഴേക്ക് അവൾക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ലഞ്ചൊക്കെ എടുത്ത് അവളെ പറഞ്ഞയക്കുകയാണ്. അവൾ പിന്നെ ഒറ്റയ്ക്ക് ഒരുങ്ങിക്കോളും, ഞാൻ ലഞ്ചൊക്കെ റെഡിയാക്കി കൊടുത്താൽ മതി. അവൾക്ക് റോഡിലേക്ക് ഓട്ടോ വരുവേ, അവൾ അതിലാണ് പോവുക. അപ്പോൾ അവളുടെ സ്കൂളിൻ്റെ പരിപാടിയുടെ കാര്യം ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. അവളുടെ ഒപ്പൻ്റെ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇൻഷാ അല്ലാ ഞാൻ ഒപ്പൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഷിനു ഒരുങ്ങുന്ന സമയത്ത് ഞാനിതാ ചോറിന് വെള്ളം വെച്ചിട്ട് അതിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡൈനിങ് ഹാൾ വരെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുക്കളയും വർക്ക് ഏരിയയും മാത്രമായിട്ട് തുടക്കാനുള്ളൂ. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ കിച്ചണും കൂടെ തുടച്ച് വെച്ചാൽ പിന്നെ നമുക്ക് വർക്ക് ഏരിയയിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അധികം ചെയ്യുക. അധിക ദിവസം ഷിനു പോകുമ്പോഴേക്ക് ഏകദേശം പണികളൊക്കെ തീർക്കും. പിന്നെ കിച്ചണിലും വർക്ക് ഏരിയയിലും മാത്രമേ കേട്ടോ പണികൾ ഉണ്ടാവുള്ളൂ. കാരണം കുക്കിംഗ് എന്തായാലും ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ശേഷമേ അവിടുത്തെ ക്ലീനിങ്ങും കൂടി നടക്കുള്ളൂ. അതുപോലെ പാത്രങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും പിന്നീട് കഴുകാനുണ്ടാവില്ല. കിച്ചൺ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വെള്ളം വാർത്തെടുക്കുക. ഞാനിങ്ങനെ കേട്ടോ വെള്ളം വാർക്കുക, എനിക്ക് മറ്റേതുപോലെ ചെയ്യാൻ പേടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചോപ്പറിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചോപ്പർ വാങ്ങിച്ചാൽ ഉപ്പേരിക്ക് അരിയാൻ നല്ല താല്പര്യമാണ് കേട്ടോ. കാരണം ഞാൻ ചോറ് കുറച്ചാണ് കഴിക്കുക, ഉപ്പേരിയാണ് കേട്ടോ കൂടുതലും കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക ദിവസം ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ നമുക്ക് കറിയായിട്ട് രാവിലെ വെച്ച ചിക്കൻ കറി ഉണ്ട്, അതുകൊണ്ട് വേറെ കറി വെക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഷിനുവിനും അച്ഛനും കൊണ്ടുപോകാൻ വേണ്ടി ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുത്തയച്ച ബാക്കി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വർക്ക് ഏരിയയും കൂടെ ഒന്ന് തുടച്ചെടുത്തു. എന്നാൽ തുടക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോളൂല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയാൽ കുളിക്കാനൊക്കെ പോവാം. ഇനിയിപ്പോൾ 2 അടുപ്പത്തും ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്നിലിതാ ഉപ്പേരി ഇട്ട് കൊടുക്കുകയാണ്. ബീട്രൂട്ട് ഉപ്പേരിയിൽ ഞാൻ തേങ്ങയും പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അവിടെ നിന്നിട്ട് വേവട്ടെ. ആ സമയം നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉച്ചയ്ക്ക് ഞാനും അനീഫ്ക്കായും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമുള്ള ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുളി നിസ്കാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, അനീഫ്ക്ക എത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചോറുണ്ടോ, കുറച്ച് ചോറേ എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്, ബീട്രൂട്ട് ഉപ്പേരി, അച്ചാറ്, ചിക്കൻ ഫ്രൈയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ചൊക്കെ കഴിക്കാം. ലഞ്ച് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തപ്പോഴേക്ക് അച്ചു വന്നപ്പോഴേക്ക് ഞാൻ കുറച്ച് പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലത്തെ ചിക്കൻ കറി ഉണ്ടല്ലോ. അച്ചു 4 മണിയാകുമ്പോഴേക്ക് വരും, ഷിനു 4:45 ഷിനു വന്നിട്ട് അവളുടേത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം കുറച്ച് ചെടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയോളപ്പം ചെടിയൊക്കെ പുറത്തായിരുന്നു കേട്ടോ, സിറ്റ് ഔട്ടിൽ നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് തിരിച്ച് വെച്ചു, ഒക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് വെച്ചു കേട്ടോ. ആദ്യം സിറ്റ് ഔട്ടിൽ വെച്ചൊക്കെ താഴത്ത് വെച്ചിട്ട് മുകളിൽ വേറെ വെച്ചു കൊടുത്തു. മഴയായപ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാനുള്ളതിലൊക്കെ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്ക് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.